ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയ ട്യൂട്ടോറിയൽ സെക്ഷനിലേക്ക് സ്വാഗതം. ഐബിസ് പെയിൻറ് ഉപയോഗിച്ച് എങ്ങനെ ഔട്ട്ലൈൻ ഇടാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. നേരെ ഐബിസ് പെയിൻറ് ഓപ്പൺ ചെയ്യുക. ഐബിസ് പെയിൻറ് എന്താണെന്ന് അറിയാത്തവർക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണുക. മേലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഓപ്പൺ ആയതിനു ശേഷം മൈ ഗാലറി എന്ന ഓപ്ഷൻ കൊടുക്കുക. അതിന് താഴെയായി ഇടത് ഭാഗത്ത് പ്ലസ്സിനൊക്കെ ഇമ്പോർട്ട് പിക്ചർ കൊടുത്ത് ഗാലറിയിൽ നിന്ന് ഒരു പിക്ചർ ആഡ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ലൈൻ ക്യാൻസൽ കൊടുക്കുക. അപ്പോൾ നമ്മുടെ പിക്ചർ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി ലെയറിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റെഫറൻസ് പിക്കിൻ്റെ ലെയർ കാണാം. ഇനി പുതിയൊരു ലെയർ ആഡ് ചെയ്യാനാണെങ്കിൽ പ്ലസ് എന്ന ഐക്കൺ കാണാം സൈഡിലായിട്ട് തന്നെ. അതിനൊക്കെ പുതിയൊരു ലെയർ ആഡ് ആയത് കാണാം. ഇനി ഔട്ട്ലൈൻ ഇടാനായിട്ട് ഒരു ബ്രഷ് സെലക്ട് ചെയ്യണം. അപ്പം ബ്രഷിൻ്റെ സെക്ഷനിലേക്ക് വന്ന് ഡിപ്പ് പെന്ന് സോഫ്റ്റ് സെലക്ട് ചെയ്യുക. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഔട്ട്ലൈൻ ഇടുന്നത്. ഇനി നേരെ ലെയറിൻ്റെ സെക്ഷനിൽ വന്ന് റെഫറൻസിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് വയ്ക്കുക. ഇത് ചെയ്യുന്നത് നമ്മുടെ ഔട്ട്ലൈൻ കറക്റ്റായിട്ട് കാണുവാൻ വേണ്ടിയാണ്. നമ്മൾ എടുത്തു വെച്ച രണ്ടാമത്തെ ലെയറിലായിരിക്കണം ഡ്രോയിങ് ചെയ്യേണ്ടത്. ഇനി ഡ്രോയിങ് ചെയ്യാനായി ബ്രഷിൻ്റെ സെറ്റിങ്സ് ഒന്ന് ചെറിയ ചേഞ്ച് വരുത്താണ്. അതിൽ മേലെയായി കാണാം ഒരു ഹാൻഡിൻ്റെ ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്തതിനാൽ അതിൽ ഫോഴ്സ് ഫീഡ് ഓൺ ആക്കിയിട്ട് സ്റ്റെബിലൈസർ 1 or 2 ആക്കി വെക്കുക. അത് നിങ്ങളുടെ ആ ഒരു ഫ്ലോവിനനുസരിച്ചിട്ട് കൊടുക്കാം. ഇനി റെഫറൻസിൽ ഔട്ട്ലൈൻ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. ബ്രഷിൻ്റെ സൈസ് വളരെ കുറവായിരിക്കണം. ഒന്നിക്ക 1x അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെ എടുക്കാം. എന്നാൽ വളരെ നൈസായ രീതിയിലായിരിക്കണം ഔട്ട്ലൈൻ ഇടേണ്ടത്. ഓവറായി ബ്രഷിൻ്റെ സൈസ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കളർ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ അടുത്തൊരു കളർ ആഡ് ചെയ്യുമ്പോഴോ നമ്മുടെ പിക്ചറിന് ഒരു ഒറിജിനാലിറ്റി, ഒരു റിയലിസ്റ്റിക് ഫീൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇടുന്ന ഔട്ട്ലൈൻ്റെ തിക്നെസ് കുറയ്ക്കാൻ പറയുന്നത്. ഇവിടെ ഐബിസ് പെയിൻറ്റിൽ ഇൻഫിനിറ്റി ഡിസൈൻ പോലത്തെ ഒരു ബ്രഷോ കാര്യങ്ങളോ അധികമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇൻഫിനിറ്റി ഡിസൈനിൽ നിന്ന് ഒരു ട്യൂട്ടോറിയൽ ഇട്ടിരുന്നു ഐബ്രോയൊക്കെ വരയ്ക്കുന്നത്. ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ടൂൾസും കാര്യങ്ങളൊന്നും ചേഞ്ച് വരുത്തണ്ട. അതുപോലെ ബ്രഷിൻ്റെ ഒപ്പാസിറ്റി ഒന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട. ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെയായിരിക്കും ഇതിൽ വരക്കുന്ന ഓരോ വരകളും വരിക. അങ്ങോട്ട് ചെയ്യുന്ന എല്ലാ ഭാഗങ്ങളും, അതിപ്പോൾ ഹെയർ ആയിക്കോട്ടെ, ഐ ആയിക്കോട്ടെ, നോസ് ആയിക്കോട്ടെ, ലിപ്പ് ആയിക്കോട്ടെ, എല്ലാ ഭാഗത്തും വളരെ ലൈറ്റായിട്ടായിരിക്കും ഔട്ട്ലൈൻ ഇടുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു 1px എടുത്തിട്ട് തന്നെയായിരിക്കും ഔട്ട്ലൈനൊക്കെ ഇടുന്നത്. അപ്പോൾ ഇതിൽ ഓവറായിട്ട് ഡാർക്കായിട്ട് കൊടുക്കണോ ലൈറ്റായിട്ട് കൊടുക്കണോ എന്നൊന്നുമില്ല. ഇതിൽ നമ്മുടെ കളറിങ്, നമ്മുടെ ഷെയ്ഡിങ് ആയിരിക്കും ഇതിൻ്റെ റിയലിസ്റ്റിക്കിലേക്ക് മാറ്റുന്നത്. അതുപോലെ തന്നെ ഫോഴ്സ് ഫീഡ് ഓണാക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഷേപ്പിലേക്ക് ഔട്ട്ലൈൻ വരികയുള്ളൂ. ഫോഴ്സ് ഫീഡ് ഓഫാക്കിയിട്ടാണ് ഔട്ട്ലൈൻ ഇടുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് ആ ഒരു ഔട്ട്ലൈൻ വരില്ല. കുറച്ചും കൂടി ഡാർക്കായിട്ട് ഔട്ട്ലൈൻ വരും. കറക്റ്റായിട്ട് എൻഡിങ് വരില്ല. ആ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ എപ്പോഴും ഡ്രോയിങ് ചെയ്യുമ്പോൾ ഔട്ട്ലൈൻ ഇടുന്നതായാലും ശരി, ഏത് ഹെയറിൻ്റെ ഡ്രോയിങ് ആയാലും ശരി, ഫോഴ്സ് ഫീഡ് ഓണാക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി സ്മൂത്തായിട്ട് വരും. ഇനി ഔട്ട്ലൈൻ ഇടുന്ന ഭാഗങ്ങൾ തുടർന്ന് കാണുക. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ഔട്ട്ലൈൻ ഇടുന്ന വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങോട്ട് ഈ ഒരു പിക്ചറിൻ്റെ ഓരോ പാർട്ടായിട്ട് ഡ്രോയിങ് ചെയ്യുന്നത് പഠിക്കാം. അതുപോലെ തന്നെ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.